പ്രിയമുള്ളവരെ, ശ്രീ രാധാകൃഷ്ണൻ ചെറുവള്ളി എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളേവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമാണ് ഇവിടെ കേൾക്കാൻ പോകുന്നത്. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കഥാകൃത്ത് ശ്രീ ടി പത്മനാഭനുമായി VS രാജേഷ് നടത്തിയ ദീർഘമായ ഒരു അഭിമുഖമാണ് ഇന്നിവിടെ രാവിലെ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത ഈ പുസ്തകം പവിത്രം പത്മനാഭം. ഈ ദീർഘമായ ഈ അഭിമുഖത്തിൽ ശ്രീ ടി പത്മനാഭനിൽ നിന്ന് നമ്മൾ ഓരോ വായനക്കാരനും ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ രാജേഷ് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഓരോ കഥയും എങ്ങനെയാണ് സംഭവിച്ചത് എന്നും അതിൻ്റെ വിശദാംശങ്ങൾ പത്മനാഭന് മാത്രം കഴിയുന്ന അത്രയും തുറന്ന മനസ്സോടെ ഈ പുസ്തകത്തിനകത്ത് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള സംസാരമാണ്, ഞാൻ ഇതിനകത്ത് ഇടപെടുന്നില്ല. ബഹുമാന്യനായ ശ്രീ ടി പത്മനാഭനെ ഈ വേദിയിലേക്ക് സന്തോഷം സ്വീകരിക്കുന്നു. അതുപോലെ ഇത് പത്രപ്രവർത്തകനും ഈ പുസ്തകത്തിൻ്റെ രചയിതാവുമായ ശ്രീ VS രാജേഷിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ മുമ്പോട്ട് പോകും. നന്ദി ശ്രീ രാധാകൃഷ്ണൻ. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണത്തിന് എനിക്കൊരു അവസരം തന്ന മലയാളത്തിൻ്റെ വിശ്വകഥാകൃത്ത് ശ്രീ ടി പത്മനാഭൻ, ഞാനടക്കം അടുപ്പമുള്ളവർ പപ്പേട്ടൻ എന്ന് വിളിക്കുന്ന പപ്പേട്ടനുള്ള നന്ദി ആദ്യമേ തന്നെ പറയുന്നു. അത് പുസ്തക രൂപത്തിൽ മനോഹരമായി ഇറക്കിയ ചിന്ത പബ്ലിഷേഴ്സിനും നിയമസഭാ പുസ്തകോത്സവത്തിൽ അത് പ്രകാശനം ചെയ്യാൻ തയ്യാറായ മുഖ്യമന്ത്രിക്കും ബഹുമാന്യനായ സ്പീക്കർക്കുമെല്ലാം നന്ദി. ഇവിടെ സന്നിഹിതരായവർക്കും നന്ദി. നമുക്കുള്ള സമയം പരിമിതമായതുകൊണ്ട് ആദ്യം തന്നെ പപ്പേട്ടനോട് സംസാരിച്ചു തുടങ്ങാം. പപ്പേട്ടൻ്റെ കഥകളിലെല്ലാം എപ്പോഴും പരാമർശിക്കുന്ന കഥാപാത്രമാണ് അയാൾക്കും പപ്പേട്ടനും സുഖമാണോ? ഇവിടെ വല്ലാത്ത ശബ്ദഘോഷം, ഒന്നും ചെയ്യാൻ കഴിയില്ല. പപ്പേട്ടൻ്റെ കഥകളിലെ അയാൾക്കും സുഖമാണോ? അയാളും ഞാനും ഒന്ന് തന്നെ. പിന്നെ എനിക്ക് സുഖമുണ്ടെങ്കിൽ അയാൾക്കുണ്ട്, എനിക്ക് ദുഃഖമാണെങ്കിൽ അയാൾക്കും ദുഃഖം. 18ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കഥ കുറ്റവാളി എഴുതിയത്. ഇപ്പോൾ 97ാം വയസ്സിൽ ഗസയിലെ കുട്ടികളെക്കുറിച്ച് കഥ എഴുതി. ഈ കാലത്ത്, എന്നാൽ ഇത്രയും ദീർഘമായ കാലത്തും ആകെ 200-ൽ പരം കഥകൾ മാത്രമേ എഴുതിയുള്ളൂ. ഇത്രയും ചുരുക്കം വേണമായിരുന്നോ? ഇത്രയും എണ്ണം കുറയ്ക്കണമായിരുന്നോ? സംസ്കൃതത്തിൽ ഒരു പ്രയോഗമുണ്ട്, സുമുഖര ജന്മം. പന്നി ഒരു പ്രസവത്തിൽ എത്രയാ കുട്ടികളുണ്ടാവുന്നത്? അതേ സമയത്ത് സിംഹത്തിനോ അല്ലെങ്കിൽ ആനക്കോ എത്രയാണ്? ഞാൻ എഴുതണമെന്ന് തോന്നിയാൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ചിലരൊക്കെ പറയും ഓണക്കാലത്താണ് ഇയാൾക്ക് കഥ. അത് ശരിയല്ല. കാരണം മനസ്സിൽ എപ്പോഴും കഥകളുണ്ട്. അത് ഞാൻ എഴുതിയിട്ട് പുറത്ത് വിടും. അത് ഞാൻ എഴുതിയിട്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ളപ്പോൾ റിട്രീവ് ചെയ്യും, ആവശ്യമുള്ളപ്പോൾ റിട്രീവ്. അങ്ങനെയാണ്. പ്രതിഫലം ഏറ്റവും കൂടുതൽ വാങ്ങുന്ന മലയാള കഥാകൃത്തുക്കളിലെ സൂപ്പർ സ്റ്റാറാണ് പപ്പേട്ടൻ. പ്രതിഫലം കിട്ടുമെന്ന് കരുതി വാരി വലിച്ചെഴുതാൻ ഒരിക്കലും തയ്യാറായില്ലെന്ന് ഈ പുസ്തകത്തിൽ തന്നെ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴും ആ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയുമാണ്. എന്തു പറയുന്നു? മലയാള ഭാഷയേക്കാൾ കൂടുതൽ കോപ്പികൾ ചെലവാകുന്ന
പീരിയോഡിക്കൽസ് തമിഴിലും ഹിന്ദിയിലും മറ്റുമുണ്ട്. പക്ഷേ അവിടെ എഴുത്തുകാർക്ക് കൊടുക്കുന്ന പ്രതിഫലം തുലവും കുറവാണ്. മലയാളത്തിൽ പൊതുവെ കൂടിയ പ്രതിഫലമാണ് കൊടുക്കുന്നത്. എനിക്ക് ആദ്യത്തെ പ്രതിഫലം 18-ാം വയസ്സിൽ 7.5 ഉറുപ്പിക മാതൃഭൂമി. അന്ന് 7.5 ഉറുപ്പിക വലുതാ. ഇന്ന് എൻ്റെ അറിവിൽ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു ഭാഷകളിലും ഒരു കഥക്ക് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്നത് എനിക്കാണ്. എന്നിട്ടും പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കണ്ടമാനം കഥകൾ എഴുതിയിട്ടില്ല. ഈ സുദീർഘമായ 10-75 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ 200 കഷ്ടിയ എൻ്റെ പേരമക്കളുടെ പ്രായമുള്ള എഴുത്തുകാർ 700 എഴുതിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ മക്കളേ ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ തകഴി ശിവശങ്കരപ്പിള്ള ഒരു വേദിയിൽ മാധവിക്കുട്ടിയും MT വാസുദേവൻ നായരും എല്ലാവരും ഉള്ള വേദിയിൽ, പപ്പേട്ടനും ഉള്ള വേദിയിൽ, അന്ന് കുറേ പുസ്തകങ്ങൾ പപ്പേട്ടൻ്റെയും MTയുടെയും മാധവിക്കുട്ടിയുടെയൊക്കെ 20 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. എന്നിട്ട് അവിടെ പ്രസംഗിച്ചപ്പോൾ തകഴി പറഞ്ഞു, പപ്പേട്ടനെ നോക്കിയിട്ട് പറഞ്ഞു, നീയാണടാ ഒന്നാമൻ. ആ ഒന്നാം സ്ഥാനം ഇന്നും തുടരുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഈ കഥകൾ ഇത്രയും മനോഹരമായി എഴുതാൻ പറ്റുന്നതിൻ്റെ രഹസ്യം മനോഹരാണോ എന്നൊന്നും അറിയില്ല. സത്യസന്ധമായിട്ടാണ് എഴുതിയത്. അതിൻ്റെ ഒരു പ്രാഭവം കൊണ്ടായിരിക്കാം ആളുകൾ അതിഷ്ടപ്പെടുന്നത്. സത്യസന്ധമാണ്. പപ്പേട്ടൻ്റെ കഥകളിൽ പല കഥകളിലും അന്തർധാരയായി സംഗീതം, ശുദ്ധമായ സംഗീതം കാണുന്നുണ്ട്. സംഗീതത്തോടുള്ള ഇത്രയും വലിയൊരു ആഭിമുഖ്യം എങ്ങനെയാണ് ഉണ്ടായത്? അത് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ കഥാകൃത്തായില്ലെങ്കിൽ സംഗീതജ്ഞനാകുമായിരുന്നു. കാരണം അത്രയും സംഗീതത്തോട് ആഭിമുഖ്യം പുലർത്തിയെന്ന് മാത്രമല്ല, പ്രമുഖ സംഗീതജ്ഞന്മാരുമായിട്ട് അടുപ്പവും പുലർത്തി. അതൊന്നുമില്ല. കഥാകൃത്തായിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഞാനൊരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകും. അത് ശരി. രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഒരു പത്രത്തിലൊരു വാർത്തയിൽ മലയാളത്തിലെ ഒരു പ്രമുഖ വാരികയുടെ പത്രാധിപർ പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാൻ സാഹിത്യകാരന്മാർക്ക് ഭയമാണ്, പേടിയാണ്. എന്താണ് പപ്പേട്ടൻ്റെ നിരീക്ഷണം? ഞാൻ ആ വാർത്ത കണ്ടിട്ടില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ഭയപ്പെടുന്നവൻ ആരെയും ഭയപ്പെടും. പിണറായിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതല്ലേ. ഞാനതിനോട് യോജിക്കുന്നില്ല. കാരണം ദീർഘകാലമായ അടുത്ത ആത്മബന്ധം പിണറായിയായിട്ട് എനിക്കുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ദൂരെ യാത്രകൾ പോയിട്ടുണ്ട്. ട്രെയിനിൽ അടുത്തടുത്ത ബർത്തുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഞാൻ ഒരൊറ്റ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ, ഒരൊറ്റ. AK ആൻ്റണിയും ഞാനും ആത്മസുഹൃത്തുക്കളാണ്. ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. AK ആൻ്റണിയുടെ വീട്ടിൽ ഇതുവരെ എവിടെയാണെന്ന് എനിക്കറിയില്ല. അതേപോലെ വേറെയും മിനിസ്റ്റേഴ്സ് ഉണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സും ഒക്കെയുണ്ട്, ഗവർണർമാരുണ്ട്. ഒരാളുടെ വീട്ടിലേ ഞാൻ പോയിട്ടുള്ളൂ. അത് ചിലപ്പോൾ രാവിലത്തെ പ്രാതൽ കഴിക്കാനാണ്, ചിലപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ, ചിലപ്പോൾ വൈകുന്നേരത്തെ
ഈവനിങ് ടീ അതിന് കഴിക്കാനായിരിക്കും. എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല, എനിക്കൊരിക്കലും അങ്ങനെ ഭയക്കേണ്ട ഒരാളല്ല. എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് സ്നേഹവും ബഹുമാനവും തോന്നിയിട്ടുണ്ട്. അത് ഭയമല്ല. എനിക്ക് സ്നേഹവും ഇപ്പോഴും ഉണ്ട്. ഗൗരി പുറത്തിറങ്ങിയപ്പോൾ മലയാള സാഹിത്യ നഭസിലെ നക്ഷത്രമായ വിമർശകൻ ശ്രീ KP അപ്പൻ പറഞ്ഞത് വിശ്വസാഹിത്യത്തിന് ഒരു ജീനിയസിൻ്റെ സംഭാവന എന്നാണ്. ഗൗരി കുറിച്ച് വളരെ വിശദമായി ഈ പുസ്തകത്തിൽ പപ്പേട്ടൻ പരാമർശിക്കുന്നുണ്ട്. ഗൗരി വളരെ അടുത്ത് ഇടപഴകിയിരുന്ന ആളായിരുന്നു, സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. ഗൗരിയുടെ കത്തുകളിലെ സംഭാഷണങ്ങളാണ് ഗൗരി എന്ന കഥയിലേക്ക് വന്നത്. ഇപ്പം ഗൗരി മരിച്ചു, ആ വേദന വിടാതെ പിന്തുടരുന്നുണ്ടോ? വേദനയൊക്കെ ഉണ്ട്. അത് വിടാതെ അത് പിന്തുടരുന്നുണ്ടോ? ഉണ്ടാവണ്ടേ. ഗൗരിയുടെ നിഴൽ പല കഥകൾ, ഇപ്പൊ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, അത് ഗൗരിയായിട്ട് ബന്ധമില്ല. ആ പെൺകുട്ടിയുടെ വൈരക്കൽ മുക്കുത്തി ധരിച്ച ആ പെൺകുട്ടി, അതുപോലെ ഗൗരിക്ക് പപ്പേട്ടൻ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്, അതും ഒരു വൈരക്കൽ മുക്കുത്തി അല്ലേ? ഇതൊക്കെ പ്രൈവറ്റ് കാര്യമല്ലേ? അല്ല, ഈ പുസ്തകം വായിക്കുന്നവർക്ക് അതിലെ ഉള്ളടക്കത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വൈരക്കല്ലുള്ള പെൺകുട്ടികളെ ഇഷ്ടമാണ്, അത് സത്യം. വൈരക്കൽ മുക്കുത്തി ധരിച്ച ഒരു പക്ഷേ തമിഴ്നാട്ടിൽ പഠിച്ചതുകൊണ്ടായിരിക്കും. തമിഴർക്ക് ഡയമണ്ടിൻ്റെ മൂക്കുത്തി വളരെ ഇഷ്ടമാണ്. അങ്ങനെ എനിക്കും ഇഷ്ടമായി. അത് ശരി. ഇപ്പം മരയ എന്ന കന്യാസ്ത്രീ സൗണ്ട് ഓഫ് മ്യൂസിക്കിലെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന, വളരെ യാദൃച്ഛികമായിട്ട് ഒരു പരിപാടിയിൽ പോയപ്പോൾ കണ്ടുമുട്ടിയ കഥാപാത്രമാണ് മരിയ. ഇപ്പോഴും സൗണ്ട് ഓഫ് മ്യൂസിക്കിലെ പാട്ടുകൾ കേൾക്കുന്നുണ്ടോ? മരിയയെക്കുറിച്ച് വല്ല വിവരവും ഉണ്ടോ ഇപ്പോൾ? അറിയില്ല. പക്ഷേ മരിയ നടന്ന സംഭവമാണ്. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നുള്ള വ്യക്തികളും അടുപ്പം പുലർത്തിയവരുമാണ് കഥാപാത്രങ്ങളായി വരുന്നത്. 96-97% അങ്ങനെയാണ്. പാവനയുടെ ചെമ്പ് ചേർക്കാറില്ലേ ഈ എഴുതുന്ന കഥയിലോ? അവരെക്കുറിച്ച് എഴുതുന്ന കഥയിലോ? പാവനയുടെ ചെമ്പ് വെറും ശുദ്ധമായ സ്വർണം കൊണ്ട് ആഭരണം പണിയുവാൻ കഴിയുകയില്ല. പണിതാൽ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. ഒരു ലേശം ചെമ്പ്, ഇത്ര, അത് മാത്രം. ഇപ്പം കഥകൾ എഴുതിയാൽ ഏത് കഥയാണ് ഏറ്റവും ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും പപ്പേട്ടൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ താലോലിക്കുന്ന കഥകളുണ്ടോ? ഉണ്ടെങ്കിൽ അതേതാണ്? ഗൗരിയുടെ അനുബന്ധം എന്നോ തുടർച്ചയെന്നോ പറയാവുന്ന ഒരു കഥയുണ്ട്, കടൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമായ കഥ കടലാണ് ഏറ്റവും ഇഷ്ടമായ കഥ. അതിൽ പിന്നെ അമ്മയാണ് ഗൗരി തന്നെയാണ് അമ്മ. ആ അമ്മയെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പരാമർശമുണ്ട്. എഴുതിയിട്ട് കഥകൾ ആരെയും കാണിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ല എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അന്ന് ആദ്യം എഴുതിയ കാലത്ത് ഒരു കാലത്തും ഒരാളെയും കാണിച്ചിട്ടില്ല. ഞാൻ രണ്ടാമത് വായിച്ചിട്ടില്ല, തിരുത്തിയിട്ടില്ല. എഴുതി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അയക്കുക എന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി പത്രക്കാരോട് പറഞ്ഞാൽ അവരുടെ ആൾ വന്ന് വാങ്ങിക്കൊണ്ടു. ഇപ്പം തന്നെ ഗസയിലെ കുട്ടികളെ കുറിച്ചാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കഥ. അതിന് ശേഷം ഒരു കഥ എഴുതിയോ? അതിനുശേഷം ഒരു കഥ അതിഥി എന്ന പേരിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഴുതി. പിന്നെ
പുതിയതായിട്ട് എഴുതിയ കഥ? അതിനുശേഷം 2 കഥകൾ എഴുതി. മാതൃഭൂമിയിൽ, അല്ലാതെ ദേശാഭിമാനിയിലും മാധ്യമത്തിലുമൊക്കെ എഴുതിയിരിക്കുന്നു. മാതൃഭൂമിയിൽ 2 കഥ. പിന്നെ ഏറ്റവും ഒടുവിൽ എഴുതിയ കഥ ഇനിയും വെളിച്ചം കണ്ടിട്ടില്ല. ഒരു പക്ഷേ വരുന്ന ആഴ്ചത്തെ മാതൃഭൂമിയിലോ മറ്റോ ഉണ്ടായെന്ന് വരാം. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ വരുന്ന ജനുവരിയിൽ അത് പ്രസിദ്ധീകരിക്കണ്ടു. പുതുവർഷത്തിന് ഞാൻ നൽകുന്ന ഒരു ഉപഹാരം. സത്യം ആർക്കറിയാം. സത്യം ആർക്കറിയാം എന്നുള്ളതാണ് കഥയുടെ പേര്. അത് വൈകാതെ പ്രസിദ്ധീകരിക്കപ്പെടും. സത്യം ആർക്കറിയാം ഗസയിലെ കുട്ടികളുടെ ഒരു എക്സ്റ്റൻഷനാണ്. ഓ ശരി. ഇപ്പോൾ സംഗീതത്തിൻ്റെ കാര്യം ഞാൻ ആദ്യം ചോദിച്ചു. പപ്പേട്ടൻ FACTയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ വലിയ സംഗീതോത്സവം എല്ലാം നടത്തിയിരുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തതായിട്ട് കാര്യം പറയുന്നുണ്ട്. അതും ഈ പുസ്തകത്തിലുണ്ട്. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. സത്യത്തിൽ എനിക്ക് കർണാട്ടിക് സംഗീതത്തിൽ താല്പര്യമുളവാക്കിയത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ്. അതിനെക്കുറിച്ച് വിസ്തരിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. MKK നായരുടെ കാലത്ത് ഗംഭീരമായ കലോത്സവങ്ങൾ അവിടെ നടക്കാറുണ്ട്. MKK നായർ എവിടെയുണ്ടെങ്കിലും അവിടെ കലോത്സവം ഉണ്ടാകും. അപ്പോൾ ഇവരെയൊക്കെ സ്വീകരിക്കേണ്ടതും വഴി പോലെ ഉപചരിക്കേണ്ടതും അല്ല ഉത്തരവാദിത്തം എനിക്കാണ്. ഒരു ദിവസത്തെ കച്ചേരി ചെമ്പൈയാണ്. ചെമ്പൈ ഒരു വലിയ മനുഷ്യനാണ്. ചെമ്പൈയേക്കാൾ വലുത് അദ്ദേഹത്തിൻ്റെ വയറാണ്. സാധാരണ സംഗീതജ്ഞർ കച്ചേരിക്ക് മുമ്പിലായി വയറ് നിറയെയോ ചിലർ ഭക്ഷണമേ കഴിക്കില്ല. തണുത്തത് ഒരിക്കലും കഴിക്കില്ല. ചെമ്പൈ ഇതിനൊക്കെ വിപരീതമായിരുന്നു. അപ്പോൾ ചെമ്പൈയെ സ്വീകരിച്ച് വേണ്ട തരത്തിൽ ഉപചരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. അദ്ദേഹത്തിന് ഞാൻ തന്നെയാണ് ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. വിളമ്പി ഞാൻ ക്ഷീണിച്ചു. അദ്ദേഹത്തിൻ്റെ വയർ കാണുന്നില്ല. വയർ അതിനും അപ്പുറമാണ് ചോറിൻ്റെ കൂമ്പാൻ. പിന്നെ ഒടുവിൽ തണുത്ത തൈരും കൂട്ടി ഒരു പിടുത്തമുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയിന്. തണുത്ത ഐസ്ക്രീമിനേക്കാൾ തണുത്ത തൈര്, അതും കൂട്ടി ഒരു പിടുത്തം. അങ്ങനെ പൂർണ്ണ തൃപ്തിയായിട്ടാണ് പോയത്. പപ്പേട്ടൻ്റെ ജീവിതത്തിൽ വളരെ അടുപ്പം പുലർത്തിയ 2 വ്യക്തികളാണ് കുഞ്ഞിക്കണ്ണൻ, മാഹി. അദ്ദേഹം പപ്പേട്ടൻ്റെ ഒരു പ്രതിമ അവിടെ ബസ്റ്റ് അവിടെ കലാഗ്രാമത്തിൽ സ്ഥാപിച്ചു. അതുപോലെ എം ഗോവിന്ദൻ. ഈ 2 പേരെ ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? ഞാൻ 52-ലാണ് ഉപരിപഠനത്തിന് മദ്രാസിൽ പോയത്. അന്ന് പരിചയപ്പെട്ടതാണ്. എം ഗോവിന്ദനെ അറിയാം, ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേ അറിയാം. പക്ഷേ കാണുന്നത് മദ്രാസിൽ പോയപ്പോഴാണ്. കത്ത് മൂലം അടുത്ത ബന്ധം എം ഗോവിന്ദനായിട്ട്. കുഞ്ഞിക്കണ്ണനെ കാണുന്നത് അവിടെ അന്ന് ഗോവിന്ദൻ്റെ വീട്ടിൽ നിന്നാണ് പരിചയം. എൻ്റെ സംഗീത താല്പര്യത്തിന് ഏറെ വളം വെച്ച വ്യക്തിയായിരുന്നു കുഞ്ഞിക്കണ്ണൻ. ഗോവിന്ദനൊന്നുമില്ല. കുഞ്ഞിക്കണ്ണൻ മരിക്കുന്നതുവരെയും സംഗീതത്തിലും നൃത്തത്തിലും ആ മാതിരി ക്ലാസിക്കൽ കലകളിലൊക്കെ അങ്ങേയറ്റം താല്പര്യം, വിവരവുമുണ്ട്.
സ്ത്രീകളുടെ കഥകൾ എഴുതുന്ന പപ്പേട്ടൻ്റെ കഥകളിൽ ഇപ്പം ഗൗരിയാണെങ്കിലും കടലാണെങ്കിലും പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, എല്ലാത്തിനും വളരെ സ്ത്രീയെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ആ രീതിയിലുള്ള എല്ലാ കഥകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ കാലം സ്ത്രീ സുരക്ഷയുടെ പേരിലൊക്കെ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് എന്തു പറയുന്നു? ദുഃഖം മാത്രം. ആധ്യാത്മിക ജീവിതത്തിൽ താല്പര്യം ഉണ്ടോ? ആധ്യാത്മിക ജീവിതത്തിൽ ഞാൻ അമേരിക്കയിൽ ആദ്യം പോയപ്പോൾ 2 തവണ പോയി. ആദ്യം പോയപ്പോൾ നേരെ ചെന്നത് ചിക്കാഗോവിലെ ആ പഴയ ഓഡിറ്റോറിയം, വിവേകാനന്ദൻ പ്രസംഗിച്ച ആ ഓഡിറ്റോറിയം. അതിൻ്റെ ഓർമ്മയായി അവിടെ ഇപ്പോഴും രാമകൃഷ്ണ മിഷൻ്റെ ഒരു ചെറിയ ബുക്ക് സ്റ്റാളുണ്ട്. ആ ബുക്ക് സ്റ്റാളിൽ നിന്ന് പുസ്തകവും വാങ്ങി ഒപ്പിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട്. അതുപോലെ തന്നെ കൽക്കത്തയിൽ ആദ്യം പോയത് ദക്ഷിണേശ്വരത്ത് പുലർച്ചെ 4 മണിക്ക്. രാമകൃഷ്ണ പരമഹംസർ ദീർഘകാലം അവിടുത്തെ ശാന്തിക്കാരനായിരുന്നു. അതിനുശേഷം പോയത് ഗംഗയുടെ കരയിൽ വിവേകാനന്ദൻ സമാധിയായ ആശ്രമം, അവിടെയാണ് പോയത്. അങ്ങനെ ഒരുമാതിരി കാഞ്ചീപുരത്ത് പോയപ്പോൾ കാഞ്ചി പരമാചാര്യരുടെ അടുത്തേക്കാണ്. പക്ഷെ ഞാൻ പോയപ്പോൾ അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാണാൻ സാധിച്ചിട്ട്. രമണ മഹർഷിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ തവണ അതിലൂടെ പോയിട്ടും കാണാൻ തരപ്പെട്ടിട്ടില്ല. അതൊരു നിയോഗം. പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് രമണ മഹർഷിയെ പുസ്തകം. പപ്പേട്ടനോട് ചോദിക്കാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അതായത് പപ്പേട്ടനെ ഒരു സ്ഥലത്ത് ഒരു മുറിയിൽ ആക്കിയിട്ട് സംഗീതം, സാഹിത്യം, ചിത്രകല, നൃത്തം, ഈ 4ൽ ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള. അങ്ങനെയാണെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും? സംഗീതം, നൃത്തം, ചിത്രകല, സാഹിത്യം? സംഗീതം തന്നെയാണ്. സംഗീതം തന്നെയാണ്. എല്ലാം ഇഷ്ടമാണ്, പക്ഷെ സംഗീതം തന്നെ. സംഗീതത്തിൽ ഈ മദ്രാസിൽ മ്യൂസിക് ഫെസ്റ്റിവൽ അടക്കം തമിഴ്നാട്ടിലുള്ള പ്രമുഖ സംഗീത ഉത്സവങ്ങളിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. കേരളത്തിൽ ഇവിടെ സൂര്യയുടെ പരിപാടിയിലും എല്ലാം പങ്കെടുക്കും. പക്ഷേ ആ രീതിയിലുള്ള ഒരു ആസ്വാദനം അറിയിക്കുന്ന രീതിയിൽ ആ കലാരൂപം വളർന്നിട്ടുണ്ടോ താഴോട്ടാണോ സംഗീതം? പ്രത്യേകിച്ച് കർണാട്ടിക്, ഹിന്ദുസ്ഥാനി. അല്പം പോലും കുത്തോട്ട് വന്നിട്ടില്ല, വളരുക തന്നെയാണ് ശുദ്ധമായ സംഗീതം. ഒരിക്കൽ മദ്രാസിൽ നിന്ന് ഒരു പത്രലേഖകൻ ചോദിച്ചു, ക്ലാസിക്കൽ സംഗീതം നിങ്ങളെ മാർഗഴി മാസക്കാലത്ത് മദ്രാസിലെ എല്ലാ സഭകളിലും ഞങ്ങൾ കാണുന്നുണ്ട്. മ്യൂസിക് അക്കാഡമി, രസിക രഞ്ജിനി, നാരദഗാന സഭ, അങ്ങനെ എത്രയോ പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സഭകൾ, അവിടെയൊക്കെ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇതിന് മരണമില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കർണാട്ടിക് സംഗീതത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന നവപ്രതിഭ, നമുക്ക് ആശ തരുന്ന നവപ്രതിഭ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനുണ്ട്. ഉണ്ണികൃഷ്ണൻ, നവനീത് ഉണ്ണികൃഷ്ണൻ അല്ല, മറ്റേ പഴയ ഉണ്ണികൃഷ്ണൻ, പി ഉണ്ണികൃഷ്ണൻ. ഇപ്പോഴും ക്ലാസിക്കൽ സംഗീതമായ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയാം. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേന്ന് മിനിഞ്ഞാന്ന് എൻ്റെ വീട്ടിൽ അതിഥി നവനീത് ഉണ്ണികൃഷ്ണനും അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിരുന്നു വന്നിരുന്നു. നവനീത് ഉണ്ണികൃഷ്ണൻ്റെ പാട്ടുകളും ഇഷ്ടമാണ്. തീർച്ചയായിട്ടും.
ജീവിതത്തിൻ്റെ രസം എന്താണ്? ജീവിതത്തിൻ്റെ രസം അങ്ങനെയൊന്നുണ്ടെങ്കിൽ എന്താണത്? ജീവിതം തന്നെ ഒരു രസമല്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഈ പുസ്തകം പ്രകാശനം ചെയ്ത്, പവിത്രം പത്മനാഭം. ഈ പുസ്തകത്തെക്കുറിച്ച് പപ്പേട്ടൻ്റെ ഒരു അഭിപ്രായം കേട്ടാൽ കൊള്ളാം. അതിനെന്തോ സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലേ? അഭിമുഖത്തിന് കിട്ടിയിരുന്നു, ടെലിവിഷനിൽ വന്നപ്പോൾ കിട്ടിയിരുന്നു. ഈ ടെലിവിഷനിലും റേഡിയോയിലുമൊക്കെ എൻ്റെ ഈ നീണ്ട ജീവിതത്തിൽ എത്രയോ അഭിമുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ. പക്ഷേ ഇത്രമാത്രം രസിച്ചിട്ട് മനോഹരമായ ഒരു ജുഗൽബന്ദി പോലെ ആസ്വദിച്ച മറ്റൊരു അഭിമുഖം ഉണ്ടായിട്ടില്ല. ഇനി ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകം അതിൻ്റെ ഭൗതികമായ സൗന്ദര്യത്തെക്കുറിച്ച്, ആത്മീയ സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭൗതികമായ സൗന്ദര്യത്തെക്കുറിച്ച് പറയാം. മുദ്രണ കലക്ക് തന്നെ അഭിമാനമേകുന്ന ഒരു പ്രൊഡക്ഷനാണ് ഈ ചിന്ത പബ്ലിക്കേഷൻസിൻ്റെ ഈ പുസ്തകം. ചിന്തയ്ക്ക് വലിയ അംഗീകാരമാണിത്. ഇവിടെ ചിന്തേൻ്റെ ആളുണ്ടോ? ചിന്തയുടെ ആളാണ്. ലോകമാകെ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഏറെക്കുറെ സഞ്ചരിച്ചിട്ടും യാത്രാ വിവരണം എഴുതിയില്ല. സിനിമയ്ക്ക് ലോകത്തിൽ നല്ലൊരു ഭാഗം സഞ്ചരിച്ചിട്ടും യാത്രാ വിവരണം എഴുതിയില്ല. സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ നല്ല അവസരങ്ങളുണ്ടായിട്ടും ഒരു തിരക്കഥ പോലും എഴുതിയില്ല. എന്തായിരിക്കും കാരണം? നോവലും എഴുതിയിട്ടില്ല. നോവൽ എഴുതിയിട്ടില്ല, അത് നോവൽ എഴുതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ആരും എന്നെ ദേഹോദ്രവമൊന്നും ചെയ്യില്ലല്ലോ പറഞ്ഞ. യാത്രാ വിവരണത്തിൻ്റെ കാര്യം പറയാം. മലയാളത്തിൽ യാത്ര ചെയ്യാതെ യാത്രാ വിവരണം എഴുതിയവരുണ്ട്. ആളെ പേരൊന്നും പറയുന്നില്ല. പിന്നെ IAS ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ് കാര്യാർത്ഥം അവർ ബാങ്കോക്കിലോ അതുപോലുള്ള സുഖവാസ സ്ഥലങ്ങൾ എന്തെങ്കിലും പരിപാടി വെക്കും, അതിനാളുകൾ വരും. വിദേശങ്ങളിലെ മികച്ച ഹോട്ടലുകളിൽ താമസിച്ചിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ റിസപ്ഷൻ കൗണ്ടറിൽ തന്നെ ആ നാട്ടിലെ അതിമനോഹരമായ ടൂറിസ്റ്റ് താല്പര്യമുള്ള സ്ഥലങ്ങളുടെ അതിസുന്ദരമായ ഫോട്ടോഗ്രാഫ്സ്, അതിൻ്റെ വിവരണങ്ങൾ, അത് നിങ്ങൾക്കെടുക്കാം. കാണിക്കാൻ വെച്ചതല്ല, അങ്ങനെ തന്നെ എടുക്കാം. ഈ IAS മാന്യന്മാർ അത് മുഴുവൻ വാരിയെടുക്കും. അത് വെച്ചിട്ട് യാത്രാ വിവരണം എഴുതാം. പിന്നെ പോകണ്ട, ഈ പാംഫ്ലെറ്റ്സ് മതി. പിന്നെ മറ്റൊന്ന്, ഞാൻ എല്ലാ IAS ഉദ്യോഗസ്ഥന്മാരെയും IPS ഉദ്യോഗസ്ഥ, ഇവിടെ ചില IPS ഉദ്യോഗസ്ഥകളുണ്ട്, എനിക്ക് അവരൊക്കെ ഭയമാണ്. അവരൊന്നുമല്ല ഞാൻ പറയുന്നു, ചെയ്തവരുണ്ട്. ഒടുവിലത്തെ ചോദ്യമാണ്, സമയം തീരാറായി. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 97-ാം വയസ്സിൽ എന്തു പറയുന്നു? നിറഞ്ഞ സംതൃപ്തിയാണ്, ഏറ്റവും വലിയ അംഗീകാരം കിട്ടി, കഥയിൽ ഇപ്പോഴും 1-ാം നമ്പറായി തുടരുന്നു. അംഗീകാരത്തിന് വേണ്ടിയിട്ടൊന്നും എഴുതിയിട്ടില്ല, പൈസക്ക് വേണ്ടിയിട്ടും എഴുതിയിട്ടില്ല. സന്തോഷം തന്നെയാണ്, സംതൃപ്തിയാണ്, സന്തോഷം. അപ്പോൾ വളരെ നന്ദി. ഈ ഒരു സമയത്ത് വന്ന് ഇത്രയും നേരം പപ്പേട്ടൻ വന്നു,
കണ്ണൂരിൽ നിന്ന് വന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ഞങ്ങളുടെ ഒരു ഐശ്വര്യമായി മാറി. എല്ലാത്തിനും നന്ദി. ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആസ്വാദകർക്കും പപ്പേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചിന്ത പബ്ലിഷേഴ്സിൻ്റെ എൻ്റെയും പേരിലുള്ള നന്ദിയും അറിയിക്കുന്നു.